5 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക്. ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാന കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവർക്കും ഈ വ്യവസ്ഥകൾ ബാധകമാണ്. കേന്ദ്ര സർക്കാർ നീക്കം ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. സുപ്രധാന ബില്ലല്ല, അതൊരു കാടത്ത ബില്ലാണ്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ എതിരാളികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനും ഏകാധിപത്യ പ്രവണത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബില്ലാണത്. ഇപ്പോൾ ED വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും 30 ദിവസത്തേക്ക് ജയിലിലിടാം. 30 ദിവസത്തേക്ക് ജയിലിലിട്ടാൽ അത് മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ആ പദവികളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ്. ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അവരെ നീക്കാനുള്ള പവർ ഇൻഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. തമാശക്ക് അവർ പ്രധാനമന്ത്രിയുടെ പേരും കൂടി ചേർത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പ്രധാനമന്ത്രിക്കെതിരെ ഏത് ക്യാബിനറ്റാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കുമോ? അവരുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ വിരട്ടാൻ കൂടിയിട്ടുള്ള ബില്ലാണിത്. It goes against everything, and to couch it as a measure which is being taken anti-corruption is just to pull a veil across the eyes of the people. Tomorrow you can put any kind of case on a chief minister and put him in jail for have him arrested for 30 days without even him being convicted. ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അസ്ഥിര അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാനെന്നുള്ള പേരിൽ വളരെ മാരകമായിട്ടുള്ള ദുർവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരു ബില്ലുമായിട്ട് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ അതിശക്തമായി എതിർക്കേണ്ടതാണ്. ഇത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബില്ലാണ്. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിച്ചുകൊണ്ടുള്ളതാണ്. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ചു. വോട്ട് കൊള്ള ആരോപണം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനിടെയായിരുന്നു ബിൽ അവതരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, 2 മണിക്ക് ലോക്സഭ വീണ്ടും ചേരുന്നുണ്ട്. ബഹളത്തിന് ശേഷം പിരിഞ്ഞതാണ്. 2 മണിക്ക് ചേരുന്നു. ആഭ്യന്തരമന്ത്രി ഈ ബില്ല് 2 മണിക്ക് അവതരിപ്പിക്കുമോ എന്നറിയില്ല. സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മൺസൂൺ സമ്മേളനം, വർഷകാല സമ്മേളനം തീരാൻ 2 ദിവസമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ പാർലമെന്റിലേക്ക് വരികയാണ്. പാർലമെന്റിന് പുറത്ത് വോട്ട് കൊള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നു. പക്ഷേ സഭയിൽ നിർണായക നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഈ സമ്മേളനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തയ്യാറെടുക്കുന്നു. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അടുത്ത മണിക്കൂറുകളിൽ ഡൽഹിയിൽ? ബൽറാം. വിജയകുമാർ, അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ സുപ്രധാനമായ 3 ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുമെന്നും ഒപ്പം തന്നെ ഓൺലൈൻ ഗെയിമിംഗുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിക്കുമെന്നും ലോക്സഭയിലെ അജണ്ടയിൽ ലിസ്റ്റിൽ ചേർക്കുന്നത്. ഇതിൽ 130-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും സുപ്രധാനമായത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ, അഴിമതി അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡി 30 ദിവസം പിന്നിടുന്നതോടുകൂടി ആ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവർ രാജിവെക്കേണ്ടതായി വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. രാജിവെക്കാത്ത പക്ഷം 31-ാം ദിവസം അവരെ പുറത്താക്കാനുള്ള അധികാരം നൽകുന്നു. മന്ത്രിയാണെങ്കിൽ അതിനുള്ള ശുപാർശ മുഖ്യമന്ത്രിയും, കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ പ്രധാനമന്ത്രിക്കും ആ ശുപാർശ നൽകാം. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളവർക്കും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ബാധകമാണ് എന്നുള്ളതാണ് സുപ്രധാനമായ ഒരു കാര്യം. ധാർമ്മികത ഉറപ്പുവരുത്താനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. അതേസമയം ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മാത്രമാണ് അയോഗ്യതയുള്ളത് എങ്കിൽ നിലവിൽ ഈ പുതിയ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർക്ക് മേലുള്ള കുറ്റം തെളിയിക്കണമെന്നില്ല. 30 ദിവസം കസ്റ്റഡി പൂർത്തിയാക്കിയാൽ തന്നെ അവർ അയോഗ്യരാകുന്ന തരത്തിലാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്.
പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളത് വോട്ട് കൊള്ളയ്ക്കെതിരായ പ്രതിഷേധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നീക്കമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇന്ന് രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ എത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും സമ്മേളിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഈ ബില്ലുകൾ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബിൽ അവതരണത്തിന് ശേഷം പിന്നീട് ഇത് പാർലമെന്ററി സമിതിക്ക് വിടാനും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് നിലപാട്. കഴിഞ്ഞ സഭ ഇപ്പോൾ പിരിയുന്നതിന് തൊട്ടു മുൻപായാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബിൽ അവതരണം നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ബഹളവും പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള മുദ്രാവാക്യങ്ങളും തുടരുന്നതിനിടെയാണ് ബിൽ അവതരണം നടന്നത്. സമാനമായ നീക്കം ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ.